2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. നിലമ്പൂർ നഗരസഭയിലെ VIP പോരാട്ടം കോവിലകത്തുമുറി ഡിവിഷനിൽ നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണനും മുൻ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ഡിവിഷനിൽ ഇത്തവണ പോരാട്ടം തീപാറും. നിലവിലെ ഭരണസമിതിയിലെ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പത്മിനി ഗോപിനാഥാണ് UDF വേണ്ടി കച്ചമുറുക്കി അംഗത്തിലുള്ളത്. ഇരുമുന്നണികളും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരാണ് രണ്ടുപേരും. ആകെ 910 വോട്ടർമാരുള്ള ഡിവിഷനിൽ 700-ലധികം വോട്ടർമാരാണ് സ്ഥലത്തുള്ളത്. ഇവരെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇരുവരുടെയും ശ്രമം. BJPയുടെ ഗീത ഉള്ളാടത്തോടെയും മത്സര രംഗത്തുണ്ട്. 3 പേരും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. നിലമ്പൂർ നഗരസഭയുടെ നിലവിലെ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ 3-ാം തവണയാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ 2 തവണയും വിജയിച്ചിരുന്നു. കഴിഞ്ഞ തവണയാണ് LDFന് നഗരസഭാ ഭരണം ലഭിച്ചതോടെ ഉപാധ്യക്ഷയായത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിയും സജീവ പ്രവർത്തകയുമാണ്. 2-ാം ഡിവിഷനിലെ വോട്ടർ കൂടിയായതിനാൽ പ്രചരണത്തിൽ എവിടെയും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്നത് പ്രചരണം എളുപ്പമാക്കുന്നതായി അവർ വ്യക്തമാക്കി. നിലവിൽ കോവിലകത്തുമുറി ഡിവിഷൻ BJPയുടെ കൈകളിലാണെങ്കിലും അത് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് അരുമയെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നല്ല ആവേശമാണുള്ളതെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം മത്സരം കടുത്തതാണെന്നും അവർ സമ്മതിച്ചു. നിലമ്പൂർ നഗരസഭയിലെ 2-ാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഇത് 3-ാം തവണയാണ് മത്സരിക്കുന്നത്. 2-ാം ഡിവിഷനിൽ 2015-20 കൗൺസിലർ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വാർഡിലേക്ക് തിരഞ്ഞെടുപ്പുമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ വാർഡ് കൂടിയാണ്, ഞാൻ താമസിക്കുന്ന വാർഡ് കൂടിയാണ്. എല്ലാ ആളുകളെയും നമുക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട് ഈ വാർഡിൽ. പിന്നെ വാർഡ് ചെറുതാണ് എങ്കിൽ കൂടി ടൗണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ ഒരു അതിരുണ്ട്. അപ്പോൾ വാർഡിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ, അതായത് ഒരു അതിര് പുഴയാണ്, ഒരു ഭാഗം ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിൽ നമ്മളെ ഈ പ്രദേശത്ത് ഉള്ള ഒരു കെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് കുറച്ച് പ്രശ്നങ്ങൾ നിലവിൽ ഈ വാർഡിലുണ്ട്. ചെറിയ ചെറിയ റോഡുകളുടെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ആളുകൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, വികസനം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് നിലവിലിത് സിറ്റിംഗ് സീറ്റ് BJPയുടെയാണ്. അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി പഴയ ചെയർമാനായില്ലേ? അതെ അതെ അതെ. എങ്ങനെയുണ്ടാവും മത്സരമാണല്ലോ വരുന്നത്? അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏത് സ്ഥാനാർത്ഥി പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, പഴയ ചെയർപേഴ്സണാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവർ 6 ടേം അവർ ജനപ്രതിനിധിയായിരുന്ന ആളാണ്. അപ്പോൾ അതൊരു നല്ല മത്സരം, അതായത് നമ്മൾ ഒരു ആവേശം, ഫീൽഡിൽ ഇറങ്ങാനുള്ളൊരു ആവേശം കൂടി ആവുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ളൊരു ആവേശം കൂടി പത്മിനിയേച്ചിയുടെ സ്ഥാനാർത്ഥിത്വം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കും. 8-ാം തവണയാണ് UDF സ്ഥാനാർത്ഥി മത്സര രംഗത്ത് വരുന്നത്. ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഇതുവരെ പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ല. 1990-ൽ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 1995-ൽ നിലമ്പൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായി. 2000-ൽ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായി. 2005-ൽ ജില്ലാ പഞ്ചായത്തിലേക്കും വിജയിച്ചു. 2010-ൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയും 2015-ൽ നഗരസഭയുടെ അധ്യക്ഷയുമായി. 2020-ൽ മത്സര രംഗത്ത് നിന്ന് വിട്ടുനിന്നു. കോവിലകത്തുമുറിയിൽ ജനിച്ചു വളർന്ന പത്മിനി ഗോപിനാഥിന് എതിർ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യവുമില്ല. എല്ലാവരും കൂടെ കളിച്ചു നടന്നവരോ പഠിച്ചവരോ ഒക്കെയാണ്. താൻ ആരാണെന്ന് നാട്ടുകാർക്കറിയാമെന്നും രാഷ്ട്രീയത്തിനപ്പുറം പ്രദേശത്തുകാരി എന്ന പരിഗണന ലഭിക്കുന്നുണ്ടെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു. അതിനേക്കാൾ നല്ല റിസൾട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ജന്മസ്ഥലം, ഞാൻ കളിച്ചു വളർന്ന സ്ഥലം, അതിലെ ആളുകൾ എന്നെ മകളായിട്ട് തന്നെ ഈ പ്രദേശത്തുകാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ് അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രശ്നം എനിക്കുണ്ടായിരുന്നു, ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കുമെന്ന്. പക്ഷേ ഒരാശങ്ക എനിക്കില്ല. ഞാൻ വീണ്ടും അവരെ മകൾ തിരിച്ചെത്തിയ സന്തോഷത്തോടെ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണോ നമ്മൾ വോട്ട് ചോദിക്കുന്നത്? ഇല്ല, അങ്ങനെ പറയേണ്ട കാര്യം ഇതിലില്ല. പറയാതെ തന്നെ ഇവിടുത്തെ ആളുകൾക്കറിയാം ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന്.
ജനങ്ങളുടെ ഒരു സമീപനം എന്താണ്? ഇപ്പൊ ഇത്ര കുറച്ച് നാളായിട്ട് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ, വോട്ടർമാരുടെ ഒരു സമീപനം? വോട്ടർമാരുടെ സമീപനം ഞാൻ പറയുന്നത് അവർ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് എൻ്റെ വരവിനെ. ഒരു പരിധി പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ, ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക പരിഗണന എന്നതിനപ്പുറം ഈ പ്രദേശത്തുകാരുടെ ഒരു വികാരവും കൂടിയാണ് എൻ്റെ ഇറക്കത്തിന് കാരണമായത്. എതിർ സ്ഥാനാർത്ഥി ഒട്ടും മോശമല്ല എന്ന് വേണം കാണാൻ. കാരണം അത് അങ്ങനെ തന്നെയാണ്. ഒന്ന് സിറ്റിംഗ് കൗൺസിലറാണ്, വൈസ് ചെയർപേഴ്സൺ ആണ്, സ്വന്തം വാർഡാണ്. അപ്പൊ അവരുടെ ഒരു പ്രവർത്തനവും പ്രകടനവും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഞാൻ മറ്റൊരാളെ എന്നിൽ താരതമ്യം ചെയ്യാൻ ഇഷ്ടമില്ല. കാരണം ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട്. ഇനിയും അത് തുടരാൻ, കാരണം ഒരു വിഭാഗീയത വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്നെ നിർത്തിയ പാർട്ടിയും ഈ മുന്നണിയും ഒക്കെ വീണ്ടും അടുത്ത് ഗുണകരമാക്കാനുള്ള രീതിയിലാണ് പ്രവർത്തനം വേണ്ടത് ഓരോ പ്രവർത്തകൻ്റെയെന്നാണ് എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളൊക്കെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതിലവിടെ എൻ്റെ പാർട്ടി, എൻ്റെ മുന്നണി മാത്രം ഞാൻ ചിന്തിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് മാത്രം ഞാൻ ചിന്തിക്കില്ല. അവിടെ എനിക്ക് മുന്നണിക്കും എൻ്റെ പാർട്ടിക്കും കൊടുക്കാനുള്ള പ്രയോറിറ്റിയാണ്. പക്ഷേ നികുതിപ്പണം എല്ലാവരുടെയും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും അത് ലഭ്യമാവാൻ ഒരു വിഭാഗീയതയും കൂടാതെ ഞാൻ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ താല്പര്യവും ഞാൻ പാലിച്ചു പോകുന്നതും അങ്ങനെയാണ്. BJPയുടെ അംഗമായ ഗീതയും ഇതേ നാട്ടുകാരിയും എല്ലാവർക്കും സുപരിചിതയുമാണ്. റിട്ടയർഡ് സ്കൂൾ ജീവനക്കാരിയാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ഈ ഡിവിഷനിൽ വിജയിച്ചപ്പോൾ നേടിയതിനേക്കാൾ ഉയർന്ന വോട്ട് വാങ്ങി വിജയിക്കുമെന്ന് തന്നെയാണ് പാർട്ടി അംഗങ്ങളുടെയും അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.